ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകമാണ്. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകമാണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയും ആയിരുന്നു. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കാപ്കോ. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നൊയാദിയുടെ രാജ്യം UAE ആണ്. ഡോക്ടർ സുൽത്താൻ അൽ നൊയാദിയുടെ രാജ്യം UAE ആണ്. 184 ദിവസമാണ് അദ്ദേഹം ബഹിരാകാശത്ത് തങ്ങിയത്. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാക്ഷി. ഇന്ത്യ മൈനുകളെ കണ്ടെത്താൻ വേണ്ടി ലോഞ്ച് ചെയ്ത അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാക്ഷി. ഏതു രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? പറക്കും തളികകളെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച രാജ്യം USA ആണ്. ശേഖർ കപൂറിന്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് മാധവാണ്. മാധവനാണ്. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ താരമാണ് മഹേഷ് ഭൂപതി. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗദീപ് ധൻഖർ ആണ്. എത്ര വർഷത്തേക്കാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് 15 വർഷത്തേക്കാണ്. പിയറി അഗോസ്റ്റിനി, ഹെൻറിക് ക്രൗസ്, ആൻ എൽ ഹൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നൊബേൽ പുരസ്കാരം നേടിയത്? ഇവർ 3 പേരും നൊബേൽ പുരസ്കാരം നേടിയത് ഭൗതിക ശാസ്ത്രത്തിനായിരുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ ദേശീയ പതാക വഹിച്ചത് PR ശ്രീജേഷ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ 13,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം ശാന്തി നികേതൻ ആണ്. അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം ശാന്തി നികേതൻ ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്ത്. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. 2024 ചാങ്-ഇ 6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ്. ചാങ്-ഇ 6 ചൈനയുടെ ചാന്ദ്രദൗത്യമാണ്. 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 18ാം സ്ഥാനമാണ് ലഭിച്ചത്. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയായിരുന്നു. പച്ചക്കുതിര. 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി
ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? വളർമതി ശാസ്ത്രജ്ഞയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരു ആണ്. ആരുടെ ആത്മകഥയാണ് മെമ്മയേഴ്സ് ഓഫ് എ മാവറിക്? മെമ്മയേഴ്സ് ഓഫ് എ മാവറിക് മണിശങ്കർ അയ്യരുടെ ആത്മകഥയാണ്. വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ചെത്തിയ ആദ്യ താരമായ നൗഹല ബെൻസിന ഏത് രാജ്യക്കാരിയാണ്? മൊറോക്കോ. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ശങ്കരാചാര്യരുടെ ഏകാത്മക പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം? അതും മധ്യപ്രദേശാണ്. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം? കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി? ഇന്തോനേഷ്യ. 2023 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗാഫ് ഏത് രാജ്യക്കാരിയാണ്? കൊക്കോ ഗാഫ് USA-കാരിയാണ്. 2023 അന്തരിച്ച ജിയോർജിന നെപ്പോളിറ്റിനോ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്? ജിയോർജിയോ നെപ്പോളിറ്റിനോ ഇറ്റലിയുടെ മുൻ പ്രസിഡന്റായിരുന്നു. ഇന്ത്യക്ക് ശേഷം G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം? ബ്രസീൽ. ഇന്ത്യക്ക് മുന്നേ ഇന്തോനേഷ്യയായിരുന്നു. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം? ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്ശാല ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. 2023 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ്. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? ധ്വനിപ്രയാണം M. ലീലാവതിയുടെ ആത്മകഥയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ നാണയമാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ലിയാണ്ടർ പെയ്സ് ആണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ചില്ലുപാലം എവിടെയാണ് വരുന്നത്? വാഗമൺ. 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥലമേത്? പുന്നപ്ര. ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് പുന്നപ്രയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണോ ഹാലപ്പെ ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നതെവിടെ? കൊൽക്കത്തയിലാണ് ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത്. പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബിയാണ്. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയയാണ്. 2023 രാജ്ഘട്ടിൽ 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻ. 2023 റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത്
സെയ്ദ് ഹൈദർ റാസയാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. 2023 സിംഗപ്പൂരിൻ്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി മമത ബാനർജിയാണ്.